ഇനി നമുക്ക് പാൽ കപ്പയും അതുപോലെ തന്നെ ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കാം. എന്നിട്ട് ആദ്യം കടുകെല്ലാം പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഒരു 2-3 കാന്താരി മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഒരു അരമുറി തേങ്ങ വെള്ളം ചേർത്ത് അരച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ച് രണ്ടും കൂടെ തിളപ്പിച്ചെടുക്കുക. ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം കപ്പ ആദ്യം തന്നെ ഉപ്പിട്ട് നല്ലപോലെ പുഴുങ്ങി റെഡിയാക്കി ഉടച്ച്, വേവാത്ത കപ്പയാണെങ്കിൽ ഉടച്ചിരിക്കണം. ഉടച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം ഈ മുളകാണ് ഞാൻ ഉപയോഗിച്ചത്. കാന്താരിയോ പച്ചമുളകോ എന്തോ ആകാം, നമ്മുടെ ഇഷ്ടത്തിനാണ്. കാന്താരിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് ഇതുപോലെ കുറുക്കി അങ്ങ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ചില ആളുകൾ 1-ാം പാല് 2-ാം പാലൊക്കെ ചേർക്കും. ഞാൻ അങ്ങനെയല്ല, ഒന്നിച്ച് അരച്ച് ചേർത്തേക്കാണ് തേങ്ങ. എന്നിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇറക്കി വെക്കുക. വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കുകയൊക്കെ ചെയ്യാം, ഓപ്ഷനിലാണ്. ഇതിൻ്റെ കൂടെ നല്ല കുറുകിയ ചിക്കൻ കറിയും കൂടെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.